ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറ്റവും ഭയപ്പെടുന്ന പേര്, പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയാവുന്ന ശബ്ദം, തിരഞ്ഞെടുപ്പും വിവാദങ്ങളും രാഷ്ട്രീയ അടിയൊഴുക്കുകളും കലങ്ങിമറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാവുന്ന പേര് ധ്രുവ് റാട്ടി. മാധ്യമപ്രവർത്തകനായും മോദി വിമർശകനായുമൊക്കെ അറിയപ്പെടുന്ന ധ്രുവ് റാട്ടിയുടെ ജനനം ഹരിയാനയിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ്. 2011 ഇന്ത്യ എഗനസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമാകുന്നതുവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാണ് ധ്രുവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളുമായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചിരുന്നത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലെങ്കിലും ആ പാർട്ടിയോട് ധ്രുവിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ താൻ 100% കോൺഗ്രസുകാരനല്ല എന്നാണ് ധ്രുവ് പറയുന്നത്. नमस्कार दोस्तों, आपका पैसा चोरी हो गया है। देश की सारी पब्लिक का पैसा लूट लिया गया है। आजाद भारत के इतिहास का ये शायद से सबसे बड़ा स्कैम है। आपको मेरी बात सुनकर शायद लगे कि मैं चीजों को बढ़ा चढ़ाकर कह रहा हूं या एग्जैजरेट कर रहा हूं, लेकिन ऐसा बिल्कुल भी नहीं है. ജർമ്മനിയിൽ ജീവിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ധ്രുവ് യാതൊരു അതിർവരമ്പുമില്ലാതെ കൃത്യവും വ്യക്തവുമായി രാഷ്ട്രീയം പറയുന്നു. 18 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ധ്രുവിന് നിലവിലുള്ളത്. 2014 മുതലാണ് ധ്രുവ് യൂട്യൂബിൽ വീഡിയോ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ജർമ്മനിയിൽ വിദ്യാർത്ഥിയായിരുന്ന ധ്രുവ് ട്രാവൽ വ്ലോഗുകളാണ് ചെയ്തിരുന്നത്. 2 വർഷത്തിനുള്ളിൽ ധ്രുവ് ബിജെപിയുടെ നിരന്തര വിമർശകനായി. സർജിക്കൽ സ്ട്രൈക്ക്, EVM ഹാക്കിംഗ്, യോഗി ആദിത്യനാഥിന് പിന്നിലെ യാഥാർത്ഥ്യം, മോദി എക്സ്പോസ്ഡിന്റെ യാഥാർത്ഥ്യം തുടങ്ങി ഇലക്ട്രൽ ബോണ്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെ നീളുന്നു ധ്രുവിന്റെ വിമർശന ശരങ്ങൾ. BJP IT സെൽ പാർട്ട് 2 വീഡിയോയ്ക്കെതിരെ 2018 BJP പ്രവർത്തകൻ പോലീസിൽ പരാതിപ്പെട്ടു. എന്നാൽ ഒട്ടും പിന്നോട്ട് പോകാതെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് ധ്രുവ് നിലകൊണ്ടു. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഇമ്രാൻഖാന്റെ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം, പാകിസ്ഥാനിലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് എന്നീ വിഷയങ്ങളിലുള്ള വീഡിയോ ഇന്ത്യയിൽ ഇവിടെ വിലക്കിയിരുന്നു. ഇന്ത്യ പാക് അതിർത്തികൾ തമ്മിലുള്ള ഉള്ളടക്കത്തിന്റെ തെറ്റായ വിവരങ്ങൾ നൽകി എന്നതായിരുന്നു കാരണം. രാഷ്ട്രീയ വിഷയങ്ങൾ കൂടാതെ വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം, ചൈനീസ് ഉൽപ്പന്നങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് വേണ്ടെന്ന് വെക്കാം, പുഴകൾ എങ്ങനെ സംരക്ഷിക്കാം തുടങ്ങിയ വിഷയങ്ങളിലും ധ്രുവ് വീഡിയോകൾ ചെയ്തു. ധ്രുവിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന വീഡിയോയ്ക്ക് 23 ദശലക്ഷം വ്യൂസാണ് ലഭിച്ചത്. മറ്റു വിഷയങ്ങളിൽ നിന്നും ധ്രുവ് അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ കണ്ടന്റിന് തന്നെയാണ് ആരാധകർ ഏറെയും. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെക്കാൾ തീവ്രതയോടെ ധ്രുവ് ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണയിലിരുന്ന് ഇത്തരം ഉള്ളടക്കങ്ങൾ അനായാസം ഉണ്ടാക്കാമെന്ന് മറ്റൊരു വിഭാഗം വിമർശിക്കുന്നു. ബിരുദ പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയ ധ്രുവ് ദീർഘനാളത്തെ കാമുകിയായ ജൂലിയെ വിവാഹം കഴിച്ച് ജർമ്മനിയിൽ തന്നെയാണ് താമസം. മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന ധ്രുവിനെതിരെ നിരന്തര ഭീഷണികളും വരുന്നുണ്ട്. ധ്രുവ് ഇന്ത്യയിൽ വന്നാൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമെന്നും ജയിലിലടക്കുമെന്നും BJP ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ധീരനായ ധ്രുവ് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്നും സെൽഫി എടുത്ത് ലോകത്തെ കാണിച്ചാണ് അതിന് മറുപടി നൽകിയത്. BJPയെ വിമർശിക്കാൻ മുട്ടിടിക്കുന്നവർക്ക് ആ കാഴ്ച ഒരു അത്ഭുതമായിരുന്നു. ഒപ്പം BJP സർക്കാരിനെ എതിർക്കുന്ന ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നിക്കുന്ന നിമിഷവും. തുടർഭരണം നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ വിലസുന്ന മോദിയും കൂട്ടരും ധ്രുവ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ കുഴയുന്നു. ഈ 29കാരനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ പിന്തുണ ധ്രുവ് റാട്ടിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ മാധ്യമ സംരംഭകനാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിച്ചിട്ട ഭരണകൂട വിമർശകന്റെ സ്ഥാനമാണ് ധ്രുവ് ഏറ്റെടുത്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പാർട്ടി തനിക്ക് സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ താനത് നിരസിച്ചെന്നും ധ്രുവ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. താൻ ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകനാണെന്ന് പറയുന്ന ധ്രുവ് അടുത്ത 10 വർഷത്തിൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും തുറന്നു പറയുന്നുണ്ട്.
പല മാധ്യമങ്ങളെയും മോദി സർക്കാർ വിലക്കെടുക്കുന്ന സാഹചര്യത്തിൽ ധീരതയോടെ തന്റെ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ധ്രുവ് ഇന്നത്തെ ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്.